ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള 60-ാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ 5 ആഗമനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ആഗമനം മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യേശു മനുഷ്യനായി ജനിക്കും എന്നുള്ളതാണ് ആ വാഗ്ദത്തം, ആ പ്രവചനം. ഇത് സംബന്ധിച്ച് ധാരാളം പ്രവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ നമുക്ക് വായിക്കുവാനായി കഴിയും. ആ പ്രവചനങ്ങൾക്കൊത്തവണ്ണം തിരുവെഴുത്തിൻ പ്രകാരം യേശു കർത്താവ് ജനിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇനി 4 ആഗമനങ്ങൾ കൂടി സംഭവിക്കുവാനായിട്ടുണ്ട്. 2-ാമത്തെ ആഗമനം കർത്താവ് മണവാളനായി വരുന്നതാണ്. 3-ാമത്തെ ആഗമനം കർത്താവ് രാജാവായി വരുന്നതാണ്. 4-ാമത്തെ ആഗമനം കർത്താവ് ന്യായാധിപനായി വരുന്നതാണ്. 5-ാമത്തെ ആഗമനം കർത്താവ് പുതിയ ഭൂമിയിലേക്ക് തൻ്റെ ജനത്തോടൊപ്പം പാർക്കേണ്ടതിന് ഇറങ്ങി വരുന്നതാണ്. ഇങ്ങനെയുള്ള 5 ആഗമനങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന യേശുവിൻ്റെ 4-ാമത്തെ ആഗമനമാണ്, അഥവാ ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി വരുന്ന ആ വരവാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യന്യായവിധിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു കർത്താവ് പ്രധാനപ്പെട്ട 3 ന്യായവിധികൾ നടത്തുമെന്ന് തിരുവെഴുത്തുകൾ നമ്മോട് സംസാരിക്കുന്നു. 1-ാമത്തെ ന്യായവിധി വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ്. ആ ന്യായവിധിക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനം, ക്രിസ്തു തൻ്റെ ന്യായപീഠത്തിൽ കൊണ്ട് വിധിക്കുന്ന വിധിയാണ്. ഇത് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5:10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാമത്തെ ന്യായവിധി യേശു നടത്തുവാൻ പോകുന്നത് വിജാതിയരെ ഓടുള്ള ബന്ധത്തിൽ നടത്തുന്ന വിധി തീർപ്പാണ്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 3-ാമത്തെ ന്യായവിധി അന്ത്യ ന്യായവിധിയാണ്. അതിനുശേഷം മറ്റൊരു ന്യായവിധി ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ആ ന്യായവിധിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിൽ ഒരുവനിരിക്കുന്നതും കണ്ടു. ആ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് സംബന്ധിച്ച് ചില പ്രഭാഷണങ്ങൾ ഞാൻ നടത്തി കഴിഞ്ഞു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നാണ് നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്. എന്നാൽ ഓരോ വ്യക്തികളുടെയും പാപപ്രവൃത്തികൾക്ക് അനുസൃതമായ ശിക്ഷകളും അനുസൃതമായ നിത്യതയുമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാനിവിടെ വായിക്കാം. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. ഈ ന്യായവിധി മരിച്ചവർക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ്. മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ല. ഒരു മനുഷ്യൻ ശാരീരികമായി മരിക്കുമ്പോൾ അവൻ്റെ ശരീരം മാത്രമാണ് മരിക്കുന്നതും മണ്ണിൽ മറയുന്നതും. എന്നാൽ അവൻ്റെ ആത്മാവ് ഒരിക്കലും മരിക്കുകയില്ല. മരിക്കുന്നതല്ല മനുഷ്യൻ്റെ ആത്മാവ്. മനുഷ്യൻ്റെ ആത്മാവിന് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, ചിന്തിക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. പാപിയായ ഒരാളുടെ ആത്മാവ് മരണാനന്തരം യാതനാസ്ഥലത്തേക്കും, പാപമോചനം പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ ആത്മാവ് സ്വർഗീയ പർദീസയിലേക്കും മരണാനന്തരം പോകുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ ഉയർപ്പാണ്.
ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. ആത്മാവിന് ഒരു ശരീരം ലഭിക്കുകയാണ്. അത് സ്വർഗീയ ശരീരമാണ്, മരണമില്ലാത്ത ശരീരമാണ്. പ്രപഞ്ചത്തിൽ എവിടെയും യാതൊരു ഹാനിയും കൂടാതെ തടസ്സവും കൂടാതെ പാർക്കുവാൻ കഴിയുന്ന ശരീരമാണ്. ആ ശരീരം ലഭിക്കുന്നവർക്ക് തങ്ങൾ ആരായിരുന്നുവെന്നും തങ്ങളിപ്പോൾ ആരാണെന്നും തിരിച്ചറിയുവാൻ കഴിയും. മറ്റുള്ളവരെയും തിരിച്ചറിയുവാനായിട്ട് കഴിയും. എന്നാൽ അന്ത്യ ന്യായവിധിയിൽ കർത്താവ് മരിച്ച എല്ലാവരെയും ഉയർപ്പിക്കുന്നു. എല്ലാവരെയും ഉയർപ്പിക്കുന്നു. ആദാം മുതൽ അവസാനം ജനിക്കുന്ന മനുഷ്യൻ വരെ അവിടെ ഉയർക്കുകയാണ്. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നവർക്കും ശരീരങ്ങൾ ലഭിക്കും. ആ ശരീരങ്ങൾ അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുമാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ജനിച്ച മരിച്ച സകല മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ കോടതിയുടെ മുൻപിൽ ന്യായാധിപനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കും എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ രംഗം യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ കാണുകയാണ്. വാക്യം ഞാനൊന്നുകൂടെ വായിക്കാം. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അടുത്ത വിധിയുണ്ടായി. അപ്പോൾ ഇവിടെ ന്യായവിധി നടക്കുകയാണ്. ന്യായവിധിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്? പുസ്തകങ്ങൾ അവിടെയുണ്ട്. വിശുദ്ധ ബൈബിൾ അവിടെയുണ്ട്. അത് തുറക്കപ്പെടും. അതിനനുസൃതമായിട്ടാണ് തുടർന്ന് വിധി നടക്കുവാനായിട്ട് പോകുന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവചരിത്രം നല്ലതാണെങ്കിലും തീയതാണെങ്കിലും രേഖപ്പെടുത്തിയ പ്രവൃത്തികളുടെ പുസ്തകം ഉണ്ട്. അതും തുറക്കപ്പെടും. ജീവപുസ്തകവും ഉണ്ട്. അതുകൂടാതെ നാം ചെയ്ത കാര്യങ്ങൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും, നാം പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും, അതെല്ലാം നമുക്ക് കാണത്തക്ക നിലയിൽ റെക്കോർഡ് ചെയ്ത് നമ്മുടെ മുൻപിൽ തന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു വിധി രീതിയും ഈ അന്ത്യ ന്യായവിധിയിൽ നടക്കും. ഈ സംബന്ധിച്ച് സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിക്കാം. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെപ്പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. ഈ മയക്കുമരുന്നുമായിട്ടും വാറ്റുചാരായവും മറ്റുമൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ആ തൊണ്ടി സാധനങ്ങൾ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ പ്രതികളെയും നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വരുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പലരും അങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യുകയില്ലായിരുന്നു. ആരും കാണുകയില്ല, ആരും അറിയുകയില്ല എന്നുള്ള ചിന്തയിലാണ് ഈ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ റെക്കോർഡ് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇന്നത്തെ നിലയിൽ നമുക്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അവന് ജ്ഞാനം കൊടുത്ത ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്, പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുവാനുള്ള ഒരു ഭാഷാപ്രയോഗമാണെന്നുള്ള കാര്യം മറക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും കണ്ടതും പറഞ്ഞതും കേട്ടതും ചെയ്തതും ചിന്തിച്ചതുമൊക്കെ വളരെ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ത്യന്യായവിധി നാളിൽ ഇത് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിരത്തി വെക്കും. നമ്മുടെ ചെവി കൊണ്ട് അത് നമ്മൾ കേൾക്കും. അതിനെ നിരാകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. അത്ര കൃത്യമായ വിധിയാണ് ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ വക്കാലത്തും വാചക കസർത്തുകളും
വാദപ്രതിവാദങ്ങളും ഒന്നുമില്ല. ഇവിടെ സ്വജനപക്ഷമോ കൈക്കൂലിയോ ഒന്നുമില്ല. ഒരു കുറ്റവാളിയും രക്ഷപ്പെടുകയില്ല, ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടുകയുമില്ല. ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അവൻ ചെയ്തതെല്ലാം അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കാണിച്ചിട്ട് അവൻ്റെ ചെവി കൊണ്ട് കേട്ടതിന് ശേഷമാണ് ആ ന്യായം വിധി നടക്കുവാനായിട്ട് പോകുന്നത്. ഉദാഹരണമായിട്ട് ഒരാളെ കൊന്നു വന്നിരിക്കട്ടെ, അത് ലോകത്തിൽ ആരും അറിഞ്ഞില്ല. പക്ഷേ ഈ അന്ത്യ ന്യായവിധി നാളിൽ ഘാതകനും വധിക്കപ്പെട്ട വ്യക്തിയും ഒരുപോലെ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അവർ രണ്ടുപേരും ആ ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഈ കൊലപാതകൻ താൻ കൊല്ലുവാൻ ചിന്തിച്ചതും അതിനൊരുക്കിയ സകല പദ്ധതികളും ആ കൊലപാതകവും അത് മറച്ചു വെക്കുവാൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി, വളരെ കൃത്യമായി ഈ ഘാതകനെ കാണിക്കുകയാണ്. കൊല്ലപ്പെട്ട വ്യക്തിയും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ ഭൂമിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ന്യായാധിപന്മാരും ഭരണകർത്താക്കളും എന്ന് വേണ്ട മരിച്ചവരെല്ലാം അത് കാണുകയാണ്. പ്രതിക്ക് തൻ്റെ കുറ്റം നിഷേധിക്കാനായിട്ട് കഴിയുകയില്ല. അതിനുശേഷമാണ് അവിടെ ന്യായവിധി പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും ചെയ്യുമ്പോൾ ദൈവം നിശബ്ദനാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും, ആരും കാണുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഒരു നാളിൽ അതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ, മറ്റുള്ളവരുടെ കണ്ണിൻ്റെ മുൻപിൽ ആ കോടതിയിൽ കാണിക്കും എന്നൊരു അറിവ്, ഒരു അവബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുന്നെങ്കിൽ കുറേ കൂടെ ഭയത്തോടെ ഭക്തിയോടെ ജീവിക്കുവാനായിട്ട് സഹായമാകും ഈ പ്രഭാഷണം. അതിനായിട്ട് നമ്മളെ ഒരുക്കണം. ഇത് എൻ്റെ ഹൃദയത്തിലെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളുമ്പോൾ, ഇപ്പോൾ ഒരു കുറ്റവാളിയെ ശിക്ഷിച്ച് ജയിലിലേക്കാണ് ഇടുന്നത്. ജയിൽ എന്ന് പൊതുവായി പറയുന്നെങ്കിലും കുറ്റകൃത്യത്തിന് അനുസൃതമായിട്ടുള്ള ജയിൽ ശിക്ഷ നമ്മുടെ രാജ്യത്തിലുണ്ട്. ഇതുപോലെ ഓരോ വ്യക്തികളുടെയും കുറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള നരകശിക്ഷയാണ് ഈ നീതിപീഠത്തിൽ നിന്ന്, നീതിമാനായ ഈ ന്യായാധിപതിയിൽ നിന്ന് ജനത്തിന് ലഭിക്കുവാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ കയറി പറഞ്ഞു കൊള്ളട്ടെ. ദൈവം സ്നേഹവാനാണ്. ഒരു മനുഷ്യനെയും ശിക്ഷിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ആരെയും നരകത്തിലേക്ക് വിടാനും ദൈവത്തിന് താല്പര്യമില്ല. എന്നാൽ ദൈവം സ്നേഹവാൻ മാത്രമല്ല, നീതിമാനാണ്. തൻ്റെ നീതിയെ ലംഘിക്കുവാൻ തനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടേ ഒക്കൂ. ഇങ്ങനെ ദൈവം സ്നേഹവാനും നീതിമാനുമായതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യൻ നിത്യനരകത്തിൽ പോകാതിരിപ്പാൻ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:6 നാം ഇങ്ങനെ വായിക്കുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് വിളിക്കപ്പെടും. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അപ്പോൾ വീരനാം ദൈവം, നിത്യപിതാവ്, എന്തിനാണ് ഒരു ശിശുവായി ജനിച്ചത്? എന്തിനാണ് ഒരു മകനായി നൽകപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി, ഒരു ശിശുവായി ജനിച്ച് ഒരു മകനായി ജീവിച്ച് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ക്രൂശിൽ മരിക്കേണ്ടതിന്, അങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നസറയനായ യേശുവിനെ, ആ ഇമ്മാനുവേലിനെ ഞാനും നിങ്ങളും രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, പാപ വിമോചകനായിട്ട് അംഗീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. അതിന് പ്രായശ്ചിത്തമുണ്ടാകുകയാണ്.
അതിന് പരിഹാരമുണ്ടാക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു ന്യായവിധിയില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് ബൈബിൾ അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നാം തുടർന്നുള്ള ജീവിതം വിശുദ്ധമായിരിക്കണം. കർത്താവിനെ അനുസരിച്ചു കൊണ്ടായിരിക്കണം. കർത്താവിൻ്റെ പ്രമാണങ്ങൾ ലംഘിക്കാതെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ ആ ന്യായവിധി നമുക്കെതിരായി നിൽക്കും എന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവാണ് ഈ നരകശിക്ഷയുടെ ഭയാനകത നമ്മളോട് വ്യക്തമാക്കി തന്നത്. ദുഷ്ടനായിത്തീർന്ന ഒരു ദാസനെക്കുറിച്ച് കർത്താവ് പറയുന്ന ഉപമ ശ്രദ്ധിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവർ വായിക്കണം. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നമ്മുടെ കർത്താവ് എപ്പോഴാണ് വരുവാൻ പോകുന്നത്? എപ്പോഴാണ് മണവാളനായി വരുവാൻ പോകുന്നത്? എപ്പോഴാണ് ന്യായാധിപനായി വരുവാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നാം കർത്താവിൻ്റെ വരവിനെ എതിരേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അവനവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമെന്ന യജമാനൻ്റെ ദാസന്മാരാണ് ഞാനും നിങ്ങളും. നിങ്ങളൊരു പ്രധാനമന്ത്രിയാണെങ്കിലും, നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും, നിങ്ങൾ മന്ത്രിയാണെങ്കിലും, MP ആണെങ്കിലും, MLA ആണെങ്കിലും, നിങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ ദാസനാണ്. നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ വിശ്വസ്തമായി ചെയ്താൽ ദൈവം നിങ്ങളെ ആദരിക്കും. നിങ്ങൾ ഒരു ന്യായാധിപനാണെങ്കിലും, പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും, അല്ല മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഓർത്തിരിക്കണം, ദൈവത്തിൻ്റെ ദാസനാണ് നിങ്ങൾ. നിങ്ങളെ ഏൽപ്പിച്ച ആ കർത്തവ്യം വിശ്വസ്തയോടെ നിങ്ങൾ ചിലവഴിച്ചാൽ നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ ഒരു ക്രിസ്തീയ നേതാവായിരിക്കാം, സഭയുടെ ഒരു പ്രസിഡൻറ്റോ ഉയർന്ന തലത്തിലുള്ള ഒരാളോ ആയിരിക്കാം. ഓർക്കുക, നിങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. നിങ്ങളെ ഏൽപ്പിച്ച ആ കാര്യങ്ങൾ വിശ്വസ്തമായി ചെയ്താൽ ദൈവം നിങ്ങളെ ആദരിക്കും, നിങ്ങളെ മാനിക്കുമെന്ന കർത്താവ് സത്യമായി പറയുകയാണ്. തിരിച്ചാണോ ചെയ്യുന്നതെങ്കിലോ യേശു പറയും, ശ്രദ്ധിക്കുക 48 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ, എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ, ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ ഭൂമിയിലെ ചരിത്രം തന്നെ നമ്മൾ പഠിച്ചാൽ എത്രയോ ചക്രവർത്തിമാർ, എത്രയോ ഭരണകർത്താക്കൾ, എത്രയോ മതനേതാക്കന്മാർ തങ്ങൾക്ക് മുകളിൽ ഒരു യജമാനനുണ്ട് എന്നുള്ള കാര്യം മറന്നിട്ട് തങ്ങളുടെ കീഴിലുള്ളവരൊക്കെ തങ്ങളുടെ ദാസന്മാരാണ് എന്ന് അഹങ്കരിച്ച് പീഡിപ്പിച്ച് കൊന്ന ഹിറ്റ്ലറിനെ പോലുള്ള എത്രയോ ആൾക്കാരെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ അറിയാത്ത നാളിൽ നനയ്ക്കാത്ത രീതിയിൽ വധിക്കപ്പെട്ടു പോയി, കൊല്ലപ്പെട്ടു പോയി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? വിശുദ്ധ ബൈബിൾ പറയുന്നു, അവരുടെയൊക്കെ ആത്മാക്കൾ ഇപ്പോൾ ധനവാൻ കിടക്കുന്ന യാതനാ സ്ഥലത്തുണ്ട്. ഒരു നാളിൽ
ദൈവം അവരെ ഉയർപ്പിച്ച് ക്രിസ്തുവിൻ്റെ ആ കോടതിയുടെ മുൻപിൽ കൊണ്ടു നിർത്തും. അവരുടെ പ്രവൃത്തികളെല്ലാം അവരുടെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തും. അതിനുശേഷം അവരെ കപടഭക്തിക്കാരുടെ സെല്ലിലേക്ക് അയക്കുമെന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇവിടെ വളരെ വ്യക്തമായി, വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അഹങ്കാരവും അധികാരവും പ്രദർശിപ്പിക്കാനല്ല. നമുക്ക് ലഭിച്ച അധികാരം കൊണ്ട്, നമുക്ക് ലഭിച്ച കഴിവ് കൊണ്ട് ചിലരെയൊക്കെ പീഡിപ്പിക്കാനായിട്ട് കഴിയും. എന്നാൽ അവർ നിലവിളിച്ചാൽ, അവരുടെ ഹൃദയം വേദനിച്ചാൽ, അവരുടെ കണ്ണുനീരൊഴുകിയാൽ, നിന്നെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ദൈവം അത് കാണുന്നുണ്ട്, അതറിയുന്നുണ്ട്. ആ ദൈവമാണ് യഥാർത്ഥ യജമാനൻ. ആ ദൈവത്തിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും ഒരു നാളിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധം, എന്തെങ്കിലും ഒരധികാരം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും കീഴേ, അധികാരപരിധിക്ക് കീഴേ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതവരെ പീഡിപ്പിക്കാനല്ല, അവരെ ഉപദ്രവിക്കാനല്ല. ഇവിടെ ഇതാ ഒരു ദാസനെ യജമാനൻ നിയമിക്കുകയാണ്. യജമാനൻ്റെ ദാസന്മാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കണം. ഇതാണ് അവൻ്റെ ജോലി. അവന് യജമാനൻ്റെ ദാസന്മാരെക്കാൾ 4 തല കൂടുതലുള്ളത് കൊണ്ടോ 5 കൈ കൂടുതലുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ആ ദാസന്മാരെ പോലെ തന്നെ ഒരു മനുഷ്യനാണിവൻ. എന്നാൽ യജമാനന് ഇവനിലെന്തോ കരുണ തോന്നിയിട്ട് അവനെ യജമാനൻ്റെ ദാസന്മാരുടെ യജമാനനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. എന്താണ് ആ യജമാനത്വം? തൻ്റെ യജമാനൻ്റെ ദാസന്മാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം. അവർ വിശന്ന് കിടക്കരുത്, അവർ വിശന്ന് നിലവിളിക്കരുത്. ഇതാണ് ആ യജമാനൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഒരുത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. യജമാനൻ എന്നെ കാണുന്നില്ല, യജമാനൻ എന്നെ അറിയുന്നില്ല, അദ്ദേഹം ദൂരദേശത്തേക്ക് പോയിരിക്കുകയാണ്, ഉടനെ എങ്ങും വരികയില്ല എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഇവൻ സ്വയമായിട്ട് തിന്നു കുടിക്കുകയാണ്. ഇഷ്ടം പോലെ കഴിച്ച് അവൻ ആനന്ദിക്കുകയാണ്. എന്നാൽ തൻ്റെ കീഴിൽ യജമാനനാക്കി വച്ചിരിക്കുന്ന ദാസന്മാർ വിശന്ന് കിടക്കുന്നു, അവർക്ക് ദാഹമുണ്ട് എന്നാൽ ചിന്തിക്കുന്നതേയില്ല. മാത്രമല്ല അവരെ ഇവൻ പീഡിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഇവൻ സ്വയം അവരുടെ യജമാനനായി തീരുന്നു. അവസാനം എന്താണ് സംഭവിച്ചത്? ഈ 2 പേരുടെയും യജമാനൻ വന്നു. അപ്പോൾ യജമാനന് ബോധ്യമായി തൻ്റെ ദാസന്മാരെ ഇവൻ പട്ടിണിക്കിടുകയായിരുന്നു, ഇവൻ തിന്നു കുടിച്ച് കൊഴുക്കുകയായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് കപടഭക്തിക്കാരെ ഇടുന്ന സെല്ലിലേക്ക് അയക്കുന്ന രംഗം ആണ് ഇവിടെ യേശു കർത്താവ് പറയുന്നത്. അതിൻ്റെ ഉപസംഹാരം ശ്രദ്ധിക്കുക. ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴിയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച്, അപ്പോൾ അവന് ശിക്ഷയുണ്ട്, അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പം കപടഭക്തിക്കാരുടെ ഒരു നരകമുണ്ട്. എന്താണ് കപടഭക്തി എന്ന് പറഞ്ഞാൽ? കപടഭക്തി എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയല്ല, അത് ദൈവത്തിൻ്റെ പേരിലുള്ള മതഭക്തിയാണ്. ആ മതഭക്തിക്ക് ചില വസ്ത്രങ്ങളും ചില നിറങ്ങളും തലമുടിയിൽ ചില മാറ്റങ്ങളും ചിലതൊക്കെ പിടിക്കാനും ധരിക്കാനും ഉണ്ടെങ്കിൽ മതഭക്തിയായി. പക്ഷേ അതല്ല ദൈവഭക്തി. നിങ്ങൾ കേട്ടിട്ടില്ലേ, ദൈവം സർവശക്തനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെ നിഷ്കരണം കൊല്ലുന്ന നീചന്മാരെ കണ്ടിട്ടില്ലേ? അതാണ് മതഭക്തി. അതിനാണ് കപടഭക്തി എന്ന് പറയുന്നത്. അത് ദൈവഭക്തിയല്ല. ദൈവഭക്തിയുള്ളവന് ആരെയും കൊല്ലാൻ കഴിയുകയില്ല.
ദൈവഭക്തിയുള്ളവന് ആരെയും ഉപദ്രവിക്കാൻ കഴിയുകയില്ല. ദൈവഭക്തിയുള്ളവന് ആരെയും ദ്രോഹിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഒരു മതഭക്തന് അവൻ്റെ മതത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ കഴിയും, ആരെയും ഉപദ്രവിക്കാൻ കഴിയും, ആരെയും എന്ത് നീചമായ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവരെയാണ് കപടഭക്തർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്കെല്ലാം ഒരു നരകം മാത്രമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായി, വളരെ കൃത്യമായി സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, ഏകദൈവം, സത്യദൈവം തൻ്റെ ഈ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളത് മതഭക്തിയല്ല, എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളത് ദൈവഭക്തിയാണ്. കപടഭക്തിയല്ല നമുക്ക് വേണ്ടത്, യഥാർത്ഥ ഭക്തിയാണ്. ആ കാപട്യവും ആ ഭക്തിയും അവസാനം നമ്മളെ നരകത്തിൽ എത്തിക്കും. ഈ നരകത്തിൽ കപടഭക്തിക്കാർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ സെല്ലിൽ, ആ ജയിലിൽ ഈ ദുഷ്ടദാസനും കൂടെ പങ്കു കൊടുക്കുകയാണ്, ഷെയർ ചെയ്യപ്പെടുകയാണ് ഈ ജയിൽ. അപ്പോൾ ദുഷ്ടദാസന്മാരും അവിടെയാണ് ചെല്ലുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ ദാസന്മാരായി നിന്നുകൊണ്ട് സഹജീവികൾക്കും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തിനും നന്മകൾ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട ഞാനും നിങ്ങളും അത് ചെയ്യാതെ സ്വയം തിന്നുകുടിച്ച് മനുഷ്യരെ ദ്രോഹിച്ചവരെ ഉപദ്രവിച്ച് ജീവിച്ചാൽ മരണം വരെ വലിയ കുഴപ്പമൊന്നും ഒരുപക്ഷെ ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ അന്ത്യന്യായവിധി നാളിൽ, യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാളിൽ നാം എല്ലാവരും ആ ദൈവത്തിൻ്റെ ന്യായ പീഠത്തിൻ്റെ മുൻപിൽ നിൽക്കും. നമ്മുടെ പ്രവൃത്തികളെല്ലാം അവിടെ വെളിപ്പെടും. പുസ്തകങ്ങൾ അവിടെ തുറക്കപ്പെടും. ദൈവത്തിൻ്റെ ദാസന്മാരെ പീഡിപ്പിച്ച, ഉപദ്രവിച്ച ആൾക്കാരെ കപടഭക്തിക്കാരുടെ സെല്ലിലേക്ക് പറഞ്ഞയക്കും. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരെ നമുക്ക് അടിക്കാനും കൊല്ലാനും അവർക്കെതിരായി കേസ് കൊടുക്കാനും അവർക്ക് ലഭിക്കേണ്ട നന്മകൾ കൊടുക്കാതിരിക്കാനും ഒക്കെ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ഒരു ന്യായവിധിയുണ്ട്. ഒരു നാളിൽ ഞാനും നിങ്ങളും ആ ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും, നാം വിധിക്കപ്പെടും. അതെനിക്ക് നിങ്ങൾക്കും സംഭവിക്കാതിരിപ്പാൻ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അധികാരങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം മുഖാന്തരം ആരെങ്കിലും വേദനിക്കുകയോ ദുഃഖിക്കുകയോ നിലവിളിക്കുകയോ നമ്മിൽ ഏൽപ്പിച്ച നന്മകൾ കൊടുക്കാതിരുന്നതുകൊണ്ട് വിശന്നു വലഞ്ഞ് താമസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിച്ച് അത് പലിശ തീർത്ത് കൊടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. ക്രൂശിതനായ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ തുടങ്ങിയാൽ ഈ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായാധിപ സംഘത്തിൽ ഒരാളായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അല്ലെങ്കിൽ പ്രതിയായി നിൽക്കേണ്ടി വരും. അതാർക്കും സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് വെള്ളസിംഹാസനം വയ്ക്കും. ആ സ്വർഗീയ കോടതിയുടെ മുൻപിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് ചെന്ന് നിൽക്കും. യേശു കർത്താവ് ന്യായാധിപനായി ആ ന്യായപീഠത്തിൽ ഇരിക്കും. അന്ന് ഞങ്ങൾ ആ ന്യായാധിപ സംഘത്തിലെ ഒരംഗമായിരിക്കാൻ, അവിടെ ഒരു പ്രതിയായിട്ട്, ഒരു കുറ്റവാളിയായിട്ട് നിൽക്കാതിരിപ്പാൻ അങ്ങിലാശ്രയിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.